കെ.ആർ. ഗൗരിയമ്മയ്ക്കെതിരായ ആരോപണങ്ങൾ തെളിവില്ലെന്ന് കാണിച്ച് കമ്മീഷൻ തള്ളി. അതേസമയം റേഷൻ വ്യാപാരികളെ നിയമിക്കുന്നതിലും ഗതാഗത വകുപ്പിലെ നിയമനങ്ങളിലും ഇ.കെ. ഇമ്പിച്ചി ബാവ വഴിവിട്ട് ഇടപെട്ടു എന്ന നിഗമനത്തിലാണ് കമ്മീഷൻ എത്തിയത്. അതുപോലെ തടിയുടെ പെർമിറ്റ് നൽകുന്ന കാര്യത്തിൽ എം.കെ. കൃഷ്ണൻ ചട്ടങ്ങൾ പാലിച്ചില്ലെന്നും കമ്മീഷൻ വിധിയെഴുതി. മണ്ണുത്തി കാർഷിക സർവകലാശാലയ്ക്ക് സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ CPIക്കെതിരായ ആരോപണങ്ങൾ കെ. രാമൻകുട്ടി കമ്മീഷൻ ഭാഗികമായി ശരിവച്ചു. ധനമന്ത്രി P.K. കുഞ്ഞ് മരുമകൻ മുഹമ്മദിനെ ലോട്ടറി ഡെപ്യൂട്ടി ഡയറക്ടറായി നിയമിച്ചതിൽ സ്വജനപക്ഷപാതമുണ്ടെന്ന് കമ്മീഷൻ കണ്ടെത്തി. ഇത്രയുമൊക്കെ അഴിമതി ആരോപണങ്ങൾ ഒരു സർക്കാരിന്റെ കാലത്ത് ഉണ്ടാകുന്നതും അന്വേഷണ കമ്മീഷനുകൾ ശരിവെക്കുന്നതും ഇന്നാണെങ്കിൽ എന്ന് ഒന്ന് ഓർത്തു നോക്കൂ. സർക്കാരും പാർട്ടികളും ഛിന്ന ഭിന്നമായി പോകും. അന്നത്തെ കാലവുമായി താരതമ്യപ്പെടുത്തിയാൽ ഇന്ന് ഭേദമാണെന്ന് കാണാം. വല്ലപ്പോഴും ഒരു അഴിമതി, ലേശം ലൈംഗികാരോപണം, പിന്നെ ആവശ്യത്തിലധികം സ്വജനപക്ഷപാതം. ഇതാണ് നടപ്പ് രീതി. അവിടെയാണ് പ്രതിപക്ഷ നേതാവ് ഞെട്ടാൻ തയ്യാറായിക്കൊള്ളാൻ കേരളത്തോട് പറയുന്നത്. ഇതുവരെ കണ്ടതിലും വലിയ അഴിമതിക്കാരും പീഡകരും ഉണ്ടെങ്കിൽ അവർ പുറത്തുവരിക തന്നെ വേണം.